സർക്കിൾസ് എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് എഴുതുക a set of all points in a plane that are equidistant that are equidistant from a fixed point from a fixed point അതായത് നമ്മൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന സർക്കിൾ തന്നെ ഇങ്ങനെ ഒരു ഫിഗർ അല്ലേ? എന്നാൽ അങ്ങനെയല്ല. സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അടുത്ത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 ് ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്തടുത്തടുത്തുള്ള ചെറിയ പോയിന്റുകളാണ്. ഈ പോയിന്റുകളെ ചേർത്ത് വരയ്ക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഫിഗർ ഉണ്ടാകുന്നത്. അതിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് ഇപ്പം ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഇതൊരു ഫിക്സഡ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈ നമ്മൾ ഈ കുത്തിയിട്ടിരിക്കുന്ന പോയിന്റുകളെല്ലാം എന്തായിരിക്കും അറിയോ? ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. അതാണ് ഈ സർക്കിളിന്റെ പ്രത്യേകത. ഓക്കെ, അതാണ് പറയുന്നത് സർക്കിൾ ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന കുറേ പോയിന്റുകളെ ചേർത്ത് വരയ്ക്കുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സർക്കിൾ. ശരിക്കും അത് ഇങ്ങനെ ഒരു വര ഇങ്ങനെ വട്ടത്തിലൊരു വരയേ അല്ല, അതെല്ലാം ഡോട്ടുകളാണ്, പോയിന്റുകളാണ്. ആ പോയിന്റുകളുടെ പ്രത്യേകത അത് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ വരയ്ക്കാം. ഞാൻ ഈ ചാപ്റ്ററിനകത്തെ നമുക്ക് ആകെ പഠിക്കാനുള്ള 2 തിയറം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ തിയറം അല്ല, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച തിയറം കൂടെ ഞാൻ ഇതിനകത്ത് പറയുകയാണ്. പിന്നെ ഈ ചാപ്റ്ററിനകത്തെയും അടുത്ത ചാപ്റ്ററിനകത്തെയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളിലൂടെ ഞാൻ ഇതിനകത്ത് പഠിപ്പിക്കും. അപ്പൊ ഇന്ന് ഫുള്ളി പഠിപ്പിക്കുകയാണ്, നാളെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് ഇതിന്റെ ചാപ്റ്റർ ഫുൾ പഠിപ്പിച്ച് നോട്ട് ഞാൻ തരും. നാളെ വൈകിട്ട് ഇതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ, നാളെ ഇവിടെ ഓഫ്ലൈൻ ഇല്ല, പകരം ഓൺലൈൻ തന്നെ. ഓൺലൈനിൽ എല്ലാവരും കയറി എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് എല്ലാം നാളെ ഒരു ദിവസം കൊണ്ട് ഈ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ചെയ്യുന്നതാണ്, നമുക്ക് ഒരു സർക്കിൾ ജസ്റ്റ് വരയ്ക്കാം. നിങ്ങൾ സർക്കിൾ വരയ്ക്കാം, ഇച്ചിരി വലുതായിട്ട് തന്നെ വരയ്ക്കാം. എന്നിട്ട് നമുക്കറിയാം സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിന് എപ്പോഴും 3 ആണല്ലോ. അങ്ങനെ ആ സെന്ററിൽ നിന്ന് അതിന്റെ ഔട്ടർ ഏതെങ്കിലും ഒരു പോയിന്റ് വരെയുള്ള ആ ദൂരത്തിൽ നിങ്ങൾ ഏത് പോയിന്റിൽ, ഇതെല്ലാം ഓരോ പോയിന്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞല്ലേ, ഇതെല്ലാം ഓരോ ചെറിയ പോയിന്റുകളാണ്. അപ്പം അതിന്റെ ഔട്ടർ പോയിന്റ്, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നിങ്ങൾ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, അല്ലെങ്കിൽ അതിന്റെ ഔട്ടർ ലൈനിലോട്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, റേഡിയസ്. ഓക്കെ ആണല്ലോ? ഇനി വീണ്ടും ഒരു സർക്കിൾ അതിന്റെ സൈഡിലോട്ട് തന്നെ വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയാമോ, സെന്റർ വീണ്ടും മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ സെന്ററിൽ കൂടെ ഒരു ലൈൻ ഇങ്ങേ അറ്റത്ത് തൊട്ട് അങ്ങേ അറ്റത്ത് വരെ വരച്ചു കഴിഞ്ഞാൽ അത് ഇപ്പം 2 സൈഡിലോട്ടുള്ള റേഡിയസ് ആയില്ലേ, ഇതും റേഡിയസ് ആണ് ഇതും റേഡിയസ് ആണ്, ശരിയല്ലേ? അതിനെ നമ്മൾ ഡയമീറ്റർ എന്ന് വിളിക്കും. എന്നിട്ട് ഒരു കാര്യം എഴുതണം ഇതിന്റെ താഴോട്ട്. നമുക്കറിയാം റേഡിയസ് ഈക്വൽ എന്താണെന്ന് അറിയാമോ, ഡയമീറ്റർ ബൈ 2 ആയിരിക്കും, അല്ലെ ഡയമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു റേഡിയസ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് പറയാനുള്ളത് ഇങ്ങനെയാണ്. നോക്കിയോ, ഇനി സർക്കിളിന്റെ ഞാൻ പറഞ്ഞല്ലോ സർക്കിൾ എല്ലാം പോയിന്റ് ആണെന്നുള്ളത്. സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റ്, നമുക്കറിയാം ഇവിടെ എല്ലാം സർക്കിളിന് പോയിന്റ് ആണ്. എപ്പോഴൊക്കെ ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഇവിടെ എല്ലാം എന്താ, സർക്കിളിന് പോയിന്റ് ആണ്, ശരിയല്ലേ? അതിലെ ഏതെങ്കിലും 2 പോയിന്റ് ചേർത്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കോഡ് എന്നാണ് പറയുന്നത്. എന്താണ് കോഡ് എന്നാണ് പറയുന്നത്? അതായത് ഈ പോയിന്റും ചേർത്ത് വരയ്ക്കുന്ന ഈ ലൈനെ നമ്മൾ എന്തെന്ന് പറയും, കോഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ? അങ്ങനെ ഏത് രണ്ട് പോയിന്റിലെ ചേർത്ത് വരച്ചാലും കണ്ടോ, ഈ 2 പോയിന്റ് ചേർത്ത് വരച്ചാലും ഇതിനെ എന്തെന്ന് പറയും, ഇതിനെയും കോഡ് എന്ന് പറയും. ഇതിനെ എന്തെന്ന് പറയും, ഇതിനെയും കോഡ് എന്ന് തന്നെ പറയും. ഇതിനെ എന്തെന്ന് പറയും, ഇതും കോഡ് തന്നെ. എന്നാൽ നടുക്കൂടെ പോകുന്ന ഇത് O ആണല്ലോ, ഈ ഓയിൽ കൂടെ പോകുന്ന ഈ ലൈനും ശരിക്കും പറഞ്ഞാൽ സർക്കിളിന്റെ 2 പോയിന്റ് ചേർത്ത് വരച്ചിരിക്കുന്ന ലൈൻ ആണല്ലോ. അപ്പൊ അതിനെ നമ്മൾ സ്പെഷ്യലി ഡയമീറ്റർ എന്നാണ് പറയുന്നത്. പക്ഷെ ഡയമീറ്റർ ഒരു കോഡ് തന്നെയാണ്, പക്ഷെ ഏറ്റവും ബിഗസ്റ്റ് കോഡ് ആയിരിക്കും ഡയമീറ്റർ. അപ്പൊ ഡയമീറ്റർ ഈസ് ദ ബിഗസ്റ്റ് കോഡ്, കോഡ്. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യാം.
ഡയമീറ്റർ ഇസ് ദ ബിഗസ്റ്റ് കോൺ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ നിങ്ങളുടെ ഈ ചാപ്റ്ററിനകത്ത് ഇല്ലാത്ത എന്നാൽ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോണം. ഇത് എല്ലാവരും വരച്ചു. ആരൊക്കെ വരച്ചു കഴിഞ്ഞോ ഒന്ന് പറഞ്ഞേ. ആരോ അൽക്ക ഒക്കെ വരച്ചോ ഒന്ന് പറഞ്ഞേ. ഓക്കെ. അൽവീന, ഇനോക്ക് വരച്ചായിരുന്നു. പ്രസീദ് ഒക്കെ വരച്ചോ. പ്രസീദ് ഇത്ര മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, ഇവിടെ നോക്കിയോ. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താ പറയാ. ഇവിടെ നോക്കിയോ, നിങ്ങൾ നോക്കിയോ. നമ്മള് ഒരു ചെറിയൊരു ഹെഡിങ്, ഒരു ഡോട്ട് ഇട്ട് ഒരു ഹെഡിങ് കൊടുക്കുക. മേജർ ആൻഡ് മൈനർ സെഗ്മെന്റ്. മേജർ ആൻഡ് മൈനർ സെഗ്മെന്റ്. മേജർ ആൻഡ് മൈനർ സെഗ്മെന്റ് എന്ന് ഒരു ഹെഡിങ് കൊടുക്കുക. മേജർ ആൻഡ് മൈനർ സെഗ്മെന്റ്. എന്താണ് മേജർ സെഗ്മെന്റ്, എന്താണ് മൈനർ സെഗ്മെന്റ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. മേജർ ആൻഡ് മൈനർ. അപ്പം മേജർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിളിനെ നിങ്ങൾ ഒരു കോഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് ഡയമീറ്റർ ആവാൻ പാടില്ല. ഡയമീറ്റർ ആയി കഴിഞ്ഞാൽ അത് സെമി സർക്കിൾ ആയിട്ട് മാറും. ഇതിപ്പോ ഒരു കോഡ് വെച്ചു. നോക്കൂ, കോഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരു ഭാഗമല്ലേ നിങ്ങൾക്ക് ഉണ്ടായത്. നോക്കിക്കോളൂ, ഇങ്ങനെ ഒരു ഭാഗമല്ലേ നിങ്ങൾക്ക് ഉണ്ടായത്. നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഉണ്ടോ? ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടായില്ലേ അല്ലെ? ഈ സർക്കിളിൽ ഒരു കോഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗവും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഭാഗവും ഉണ്ടായി. ശരിയല്ലേ? ഇതിനെയാണ് നമ്മൾ മേജർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മേജർ സെഗ്മെന്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ മൈനർ സെഗ്മെന്റ് എന്ന് പറയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് വരയ്ക്കണം. ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ രണ്ട് പടങ്ങളായിട്ട് തന്നെ ഇങ്ങനെ വരയ്ക്കുക. റഫായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സ്കെയിലും പെൻസിലും കോമ്പസും ഒന്നും വേണ്ട. എന്താ, പേനയിട്ട് തന്നെ ഇങ്ങനെ വരച്ചാൽ മതി. പെട്ടെന്ന്. ഇനി മേജർ ആർക്ക് ആൻഡ് മൈനർ ആർക്ക് എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഒരു ഡോട്ട് ഇട്ടിട്ട് മേജർ ആർക്ക് ആൻഡ് മൈനർ ആർക്ക് എന്നൊരു ഹെഡിങ് കൊടുക്കുക. മൈനർ ആർക്ക് എന്ന ഒരു ഹെഡിങ് കൊടുക്കുക. മൈനർ ആർക്ക്. എന്നിട്ട് വീണ്ടും നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിനെ നിങ്ങൾ ഒരു കോഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു കോഡ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് അത് രണ്ടായിട്ട് വരുന്ന നോക്കിയോ. ഇനിയിപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നോക്കിയോ, വീണ്ടും ഇങ്ങനെ വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോകണം. കോഡ് വെച്ച് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് രണ്ടും ഇപ്പൊ ഒരു ആർച്ച് പോലെയല്ലേ ഇരിക്കുന്നത്. നോക്കിയേ, ഇത് കണ്ട, ഇവിടെ ഒന്ന്, ഇത് ഇവിടെ ഒന്ന്. നോക്കിയോ, ഇങ്ങനെ ഒരു ആർച്ച്. ശരിയല്ലേ? ഇത് ഇവിടെ ഒന്ന്, ഇങ്ങനെ ഒരു ആർച്ച്. കണ്ടോ? ഇതിനകത്ത് വലിയ ആർച്ചിനെ നമ്മൾ മേജർ ആർക്ക് അല്ലെ ആർക്ക്. വലിയ എന്താണ് ആർക്കിനെ നമ്മൾ മേജർ ആർക്കെന്നും ഇതിനെ നമ്മൾ മേജർ ആർക്കെന്നും ഇതിനെ നമ്മൾ മൈനർ ആർക്കെന്നുമാണ് പറയുന്നത്. മേജർ ആർക്ക് ആൻഡ് മൈനർ ആർക്ക്. തെറ്റില്ലേ? ARC. ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം.
ഓക്കെ, ഇനിയും നിങ്ങൾ ടാൻജൻസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. ടാൻജൻസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. ടാൻജൻസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിന്റെ പ്രത്യേകത എന്താ? സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരയ്ക്കുമ്പോഴാണ് സർക്കിൾ എന്ന് പറയുന്ന ഒരു ഫിഗർ ഉണ്ടാവുന്നത്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചേർത്തൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടാൻജന്റ്. നോക്കിയേ, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു സിംഗിൾ പോയിന്റിൽ കൂടെ ആയിരിക്കും അത് കടന്നു പോകുന്നത്. ഇങ്ങനെ ഒരു വരയ്ക്കുകയാണെങ്കിൽ അതും സിംഗിൾ പോയിന്റിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഇങ്ങനെ ഒരു വരയ്ക്കുകയാണെങ്കിൽ അതും ആ സിംഗിൾ പോയിന്റിൽ കൂടെ ആയിരിക്കണം. ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ അവിടെയുള്ള ആ സിംഗിൾ പോയിന്റിൽ കൂടെ ആയിരിക്കും അത് കടന്നു പോകുന്നത്. ഇതെല്ലാം എന്താണെന്നറിയോ? ഇതെല്ലാം ടാൻജൻസ്. ഇതും ടാൻജന്റ് ആണ്, ഇതും ടാൻജന്റ് ആണ്, ഇതും ടാൻജന്റ് ആണ്, ഇതും ടാൻജന്റ് ആണ്. എന്റെ ഹർഷിത ഇപ്പോഴാണോ ഹർഷിത ജോയിൻ ചെയ്യുന്നേ? ഹർഷിത, ഈ ടോപ്പിക് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണോ ജോയിൻ ചെയ്യുന്നത്? അതുകൊണ്ട് ഇത്രയും ടോപ്പിക് ഇത് പറയാതെ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാതെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവുന്നേ? ഓക്കെ, ഇവിടെ നോക്കിയോ, അതായത് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്ലീസ്റ്റ് ടാൻജന്റ് മുതലെങ്കിലും മനസ്സിലാക്കിയോ. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു സർക്കിളിന്റെ സർഫസിൽ കൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന ലൈനെയാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ടാൻജൻസ് ആണ്. ഒരു സർക്കിളിൽ എത്ര ടാൻജന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ സർക്കിളിന് ലക്ഷക്കണക്കിന് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. കാരണം എന്താ? സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിപ്പിച്ചത്? സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ പോയിന്റുകൾ ചേർന്നാണ് സർക്കിൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അപ്പം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചെറിയ ചെറിയ പോയിന്റുകളുണ്ട്. ആ ഓരോ പോയിന്റിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടാൻജന്റ് ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ ആണല്ലോ? ഹർഷിത ചെയ്യേണ്ടത്, ഹർഷിത ഒരു 2 പേജോ അല്ലെങ്കിൽ 2.5 പേജോ വിട്ടിട്ട് ബാക്കി താഴോട്ട് ടാൻജന്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഈ പടം വരച്ച് പെട്ടെന്ന് സ്കെയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കോമ്പസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു വട്ടം വരച്ചിട്ട് ഈ ടാൻജന്റ് എന്ന് മെൻഷൻ ചെയ്താൽ മതി. പെട്ടെന്ന് ആയിക്കോട്ടെ. അടുത്തത് ഈ ടാൻജന്റിന്റെ സൈഡിലോട്ട് തന്നെ സീക്കന്റ് എന്ന് പറയുന്നൊരു ഇതും കൂടെ വരയ്ക്കണം. സീക്കന്റ് എന്താണെന്ന് അറിയാമോ? ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. ഈ സർക്കിളിൽ നമ്മൾ സീക്കന്റ് വരയ്ക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന ഇതിനെയാണ് നമ്മൾ സീക്കന്റ് എന്ന് പറയുന്നത്. കാരണം അകത്തോട്ട് കയറുന്നത് ഇങ്ങനെ പോകുന്നതിനെയാണ് സീക്കന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുവാണെങ്കിൽ അത് കോഡാ. ഏതാ? ഇങ്ങനെ വരുവാണെങ്കിൽ അത് കോഡാ. പക്ഷെ ഈ കോഡ് നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ അതെന്താ? സീക്കന്റ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് സീക്കന്റ് ആണ്. ടാൻജന്റും സീക്കന്റും എന്താന്നുള്ള കാര്യം അറിയാം. നമുക്ക് ടാൻജന്റിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്നാലും ഒന്ന് വരച്ചിട്ടേക്കാം. ഇത് വേണേ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചോണം കേട്ടോ. ഇങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ടും ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ സീക്കന്റ് എന്ന് പറയാം. ഇനി തിയറം 1 എന്ന് എഴുതിക്കേ. തിയറം 1 എന്ന് എഴുതിക്കേ. ഇതിനകത്താകെ 2 തിയറം നമുക്ക് പഠിക്കാനുള്ളൂ. തിയറം 1 പറയുന്നത് എന്താണെന്ന് അറിയാമോ? The tangent to the circle at any point, tangent to the circle at any point is perpendicular to the radius
of circle that passes through the point of contact, The tangent to the circle at any point is perpendicular to the radius of circle that pass through the point of contact. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എന്നാൽ ഞാനൊരു പടം വരച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ഇത് സർക്കിളാണ്. ഈ സർക്കിളിന്റെ സെന്റർ O മാർക്ക് ചെയ്തു. സർക്കിളിന്റെ വെളിയിൽ ഞാൻ ഇവിടെ ഒരു P എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണ്. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ ഈ സർക്കിളിലോട്ട് ഒരു ടാൻജന്റ് വരച്ചു. ഓക്കെ, ടാൻജന്റ് ഇങ്ങനെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ വരെ ഒന്ന് ഇങ്ങനെ വരച്ചാലും മതി. ഓക്കെ, സർക്കിളിന്റെ സർഫസ് വരയ്ക്കണമെന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റേഡിയസ് ഇവിടെ വരയ്ക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത് റേഡിയസ് അല്ലേ, സർക്കിളിന്റെ സെന്ററും. അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ആ ടാൻജന്റ് വന്ന് മീറ്റ് ചെയ്യുന്നിടത്തോട്ട് നിങ്ങൾ റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ ആ റേഡിയസും ടാൻജന്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നമുക്ക് ആകെ രണ്ട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഒന്ന് വേണ്ട ഇങ്ങനെ, അതേപോലെ തന്നെ ഇവിടെ വരയ്ക്കാം. ഈ പോയിന്റിലോട്ട് നിങ്ങൾ ഇവിടെ റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് രണ്ടും റേഡിയസ് ആണ് കേട്ടോ. ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ റേഡിയസിന്റെയും ടാൻജന്റിന്റെയും ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് തിയറം പറയുന്നത്. ഡൗട്ടുള്ളവർ ചോദിക്കണേ. ഓക്കെ ആണല്ലോ, ഇത് ഓക്കെ ആണല്ലോ, ഈ തിയറം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇനിയിപ്പോ ഇങ്ങനെ വന്നാലും, അതായത് ഇപ്പൊ ഞാൻ ഒരു ഇതും കൂടെ വരയ്ക്കാം. ഇങ്ങനെ വന്നാലും, അതായത് ഇങ്ങനെ ഒരു സർക്കിൾ വന്നിട്ട് നിങ്ങൾ ഇത് സെന്റർ ആണ്, ഇത് സെന്റർ തന്നെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ റേഡിയസ് വരച്ചു. ഇനിയും ആ ടാൻജന്റ് തന്നെ ഇങ്ങനെ വന്നെന്ന് പറഞ്ഞാലും അതിനർത്ഥം എന്തുവാ? ഇതൊന്നും പെർപെൻഡിക്കുലർ ആയിരിക്കും. ശരിയല്ലേ? ഇങ്ങനെ വന്നാലും ഇത് പെർപെൻഡിക്കുലർ. കാരണം എന്താ? ഇത് ടാൻജന്റും ഇത് റേഡിയസും. ഇത് ടാൻജന്റ് ആണ്, റേഡിയസ്. ടാൻജന്റും റേഡിയസും തമ്മിൽ എപ്പോഴും മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? ആ പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കും. അടുത്ത തിയറം 2 എന്ന് എഴുതിക്കേ. തിയറം 2 എന്ന് എഴുതിക്കേ. തിയറം 2 പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ആകെ രണ്ട് ടാൻജന്റേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഇല്ലേ? അങ്ങനെ വരയ്ക്കുന്ന രണ്ട് ടാൻജന്റിന്റെയും നീളം, ലെങ്ത് സെയിം ആയിരിക്കും എന്നുള്ളതാണ് തിയറം 2 പറയുന്നത്. അപ്പം ഇങ്ങനെ എഴുതാം: ദ ലെങ്ത് ഓഫ് ടാൻജൻസ് drawn from an external point to a circle are equal. The length of tangents drawn from an external point to a circle are equal എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സർക്കിൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഈ സർക്കിളിന്റെ ഒരു എക്സ്റ്റേണൽ പോയിന്റ്, പി എന്ന് കൊടുക്കും. ഓക്കെ, സർക്കിളിന്റെ സെന്റർ വേണ്ടത്. ഓക്കെ, ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലോട്ട് ആകെ വരയ്ക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ടാൻജൻസ് 2 എണ്ണമാണ്. ഒരെണ്ണം ഞാൻ ഇങ്ങോട്ടും ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇത് ഇവിടെ ജോയിൻ ചെയ്ത് ഇതാണ് ആ പോയിന്റ്, അതേപോലെ ഇത് ഇവിടെ ജോയിൻ ഇതാണ് ആ പോയിന്റ്. അപ്പം ഇതിന്റെ ലെങ്ത്, ഈ ലെങ്ത്, അതായത് എ എന്ന് വിളിക്കാം, ഇത് ബി എന്ന് വിളിക്കാം. ഈ പി എ എന്ന് പറഞ്ഞ ലെങ്തും പി ബി എന്ന് പറഞ്ഞ ലെങ്തും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. പി എ ഈസ് ഈക്വൽ ടു പി എന്നാണ് പറയുന്നത്.
നമുക്ക് വേണമെങ്കിൽ ഇവിടെ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കറസ്പോണ്ടിങ് എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് കിട്ടും. അതും കൂടെ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. കാരണം പരീക്ഷയ്ക്കല്ല നമ്മുടെ അതിനകത്തെ ക്വസ്റ്റ്യൻസിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര ഒന്ന് എനിക്ക് ഇത്ര എഴുതിയിട്ട് ഞാൻ ആ പ്രൂവ് പഠിപ്പിച്ചിട്ട് 9ാം ക്ലാസ്സിൽ നിങ്ങൾ സർക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിനകത്ത് കുറെ തിയറംസ് പഠിച്ചില്ലായിരുന്നോ? ആ തിയറം എല്ലാം ഇപ്പോൾ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് നിങ്ങൾ റഫായിട്ടൊന്ന് വരച്ചിട്ടാൽ മതി. സ്റ്റേറ്റ്മെന്റ് ഒന്നും ഈ പറഞ്ഞ ഇത് സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം അതിന്റെ. ഓക്കെ, ഇനി ഒരു എക്സ്ട്രാ പടം വരച്ചേ. ഒരു പടം വരച്ചേ. ഞാൻ ഇതിന് താഴോട്ട് നമ്മൾ ഇത് തന്നെ വരച്ചൊരു ഒരു സർക്കിൾ വരയ്ക്കുന്നു. അതിന്റെ സെന്റർ കൃത്യം മാർക്ക് ചെയ്യുന്നു. അതിന്റെ സെന്റർ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എക്സ്റ്റേണലി ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു പി. അവിടെ ഞാൻ എന്താണ് അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താണ് ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. അതിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ റേഡിയസ് അവിടെ കൊണ്ട് കണക്ട് ചെയ്യുന്നു. കണ്ടോ, റേഡിയസ് ആ ടാൻജന്റിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നു. ഈ ടാൻജന്റിലും റേഡിയസ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് റേഡിയസ്, ഇത് ഒ എ, ഇത് എ എ, ഇത് ബി എ. എന്നിട്ട് ഞാൻ ഈ ഒയും ബിയും തമ്മിൽ, അതായത് ഇവിടെ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ആ രണ്ട് ട്രയാങ്കിളിന്റെയും ശരിക്കും പറഞ്ഞാൽ ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടുമെന്നൊരു നിയമമുണ്ട്. അപ്പൊ അത് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഞാൻ ഈ രണ്ട് പോയിന്റ് തമ്മിൽ മുട്ടിക്കാൻ പോകും. ഓക്കെ, എന്നിട്ട് ഈ ട്രയാങ്കിളും, അതായത് നമുക്ക് ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ ഈ ട്രയാങ്കിളും സിമിലർ ആണ് പ്രൂവ് ചെയ്യുക. സിമിലർ അല്ല, കോൺഗ്രുവന്റ് ആണ്, അതായത് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യാൻ പോവുക. അങ്ങനെ ഈക്വൽ ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, നമുക്കറിയാം അതിനകത്തെ എല്ലാ ആംഗിളുകളും തമ്മിലും അതിനകത്തെ എല്ലാ സൈഡുകളും തമ്മിൽ ഈക്വൽ ആയിരിക്കും അർത്ഥം. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണ് പ്രൂവ് ചെയ്യാൻ. അപ്പൊ നമ്മൾ കോൺഗ്രുവന്റ് ആണ്, അതിന്റെ കാരണം കൂടെ നമ്മൾ പറയാണ്. നോക്കിയേ, അപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്, ട്രയാങ്കിൾ OAP and triangle OBP are congruent. Congruent means exactly equal. Congruent എന്ന് പറഞ്ഞാൽ exactly equal. Exactly equal. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ടാൻജന്റും പിന്നെ റേഡിയസും മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി. ഇവിടെയും അതേപോലെ തന്നെ ടാൻജന്റും എന്താണ് ടാൻജന്റും റേഡിയസും മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പൊ രണ്ട് ആംഗിൾ ഈക്വൽ കിട്ടിയില്ലേ? നമുക്ക് രണ്ട് ട്രയാംഗിൾ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ SAS-ഓ SSS-ഓ ASA-യോ അല്ലെങ്കിൽ AO ഒക്കെ വെച്ചാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാനിവിടെ എന്താണ് ആംഗിൾ OAP എന്ന് പറയുന്നത് ആംഗിൾ OBP ഈക്വൽ ആണ്. അതിന്റെ ആൻസർ 90 ഡിഗ്രിയാണ്. റീസൺ അതേപോലെ തന്നെ നമുക്ക് എന്താണ് PA ഈസ് ഈക്വൽ ടു PB എന്ന് എടുക്കാം. കാരണം നമ്മുടെ തിയറം വെച്ചിട്ട് അത് ടാൻജന്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് എന്താ സെയിം ലെങ്ത് ആണ്. അതേപോലെ റേഡിയസ് OA ഈസ് ഈക്വൽ ടു OB, രണ്ടും റേഡിയസ് ആണ്, അത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഈ സൈഡും ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിളും, ഈ സൈഡും ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിളും. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും ഒരു ആംഗിളും കിട്ടി, ഇൻക്ലൂഡിങ് ആംഗിൾ ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രയാംഗിൾ OAP കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ OBP എന്ന് എടുക്കാം. റീസൺ എന്താണെന്നറിയാമോ? സൈഡ് ആംഗിൾ SAS പോസിറ്റീവ്, അതായത് രണ്ട് സൈഡിന് ഇടയ്ക്കുള്ള ആംഗിൾ ആണ് കറസ്പോണ്ടിങ് ട്രയാംഗിൾ ഈക്വൽ ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ആംഗിളും ഓൾറെഡി ഈക്വൽ ആണ്, ഈ സൈഡും ഓൾറെഡി ഈക്വൽ ആണ്, ഈ സൈഡും ഓൾറെഡി ഈക്വൽ ആണ്, ഇത് കോമൺ സൈഡ് ആണ്, അത് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാംഗിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ ബാക്കിയുള്ള കറസ്പോണ്ടിങ് ആംഗിൾ ഏതൊക്കെയാ?
ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. therefore എന്താണ് ആംഗിൾ OAP is equal to ആംഗിൾ OBP. അല്ല സോറി OAP സോറി ആംഗിൾ AOP is equal to ആംഗിൾ BOP. അതേപോലെ തന്നെ ആംഗിൾ OPA is equal to ആംഗിൾ OPB. ഈ രണ്ട് ആംഗിളും തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതായത് ഏതൊക്കെ ആംഗിളാ? ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും, അതേപോലെ ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്തിന്റെ റീസൺ ആണ്? ആ രണ്ട് ട്രയാംഗിൾ സിംഗിൾ ട്രയാംഗിളിന്റെ ഭാഗമായിട്ട് CPCT കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് ദി കോൺഗ്രുവന്റ് ട്രയാംഗിൾ വെച്ച് അതിന്റെ ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആംഗിൾ ഒക്കെ കണ്ടുപിടിക്കാൻ ഈ ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ എന്ന് എഴുതാൻ പറ്റും. ഈ ആംഗിൾ തന്നെയാണ് ഈ ആംഗിൾ എന്ന് എഴുതാൻ പറ്റുമെന്ന് അർത്ഥം. അതിന്റെ റീസൺ ആ രണ്ട് ട്രയാംഗിൾ കോൺഗ്രുവന്റ് ആണെന്ന് എഴുതിയാൽ മതി. ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇത്രയും പറഞ്ഞത് മനസ്സിലാകാത്ത ആരും ഉണ്ടെങ്കിൽ ചോദിച്ചു, ഓരോരുത്തരും ചോദിക്കാം. അൽക്ക ഓക്കെ ആണോ? അൽക്ക ആണ് സർ. ആരോ ഓക്കെ ആണോ? ആരോ അൽവീന ഓക്കെ ആണോ? ഇനോക്ക്, ഹർഷിത, ഐറിന, പ്രസീദ, ശ്രേയ. ഓക്കെ. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങൾ, കുറച്ച് തിയറംസ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. പിന്നെ നിങ്ങൾ പണ്ട് പഠിച്ച കുറെ കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് ഫുള്ള് തീർക്കുകയാണ്. ശരിക്കും ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് ഇത്രയുമേ ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ അത്രയുമേ ഉള്ളൂ. എന്നാലും നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ച അത് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കും. അതിനകത്ത് ഒന്നാമത്തെ, അതായത് ഒന്നെന്ന് എഴുതേണ്ടത്, അതായത് തിയറം എന്ന് വേണമെങ്കിൽ തിയറം എന്ന് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നെന്ന് എഴുതി നിങ്ങൾ എഴുതേണ്ടത് ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. അപ്പൊ നമ്മൾ സെയിം സെഗ്മെന്റിലുള്ള ആംഗിൾ ഈക്വൽ ആണെന്നുള്ള പറയുന്ന കഴിഞ്ഞ വർഷം പഠിച്ചാണ്. അതെന്താണെന്നറിയോ? ഞാൻ അതിനു വേണ്ടിയാ മേജർ സെഗ്മെന്റ് മൈനർ സെഗ്മെന്റ് ഒക്കെ പറഞ്ഞത്. നമ്മളൊരു കോഡ് വെച്ചിട്ട് നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇത് മേജർ സെഗ്മെന്റ് മൈനർ സെഗ്മെന്റുമായി. ഞാൻ ഈ കോഡിനെ വെച്ചിട്ട് ഞാൻ ഒരു ട്രയാംഗിൾ മേജർ സെഗ്മെന്റ് വരയ്ക്കുകയാണ്. ഈ കോഡിനെ ഒരു സൈഡ് ആക്കിക്കൊണ്ട് ഒരു ട്രയാംഗിൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ആ കോഡിനെ തന്നെ ട്രയാംഗിൾ ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് ആക്കിക്കൊണ്ട് വേറൊരു ട്രയാംഗിൾ ഞാൻ ഇങ്ങനെയും വരയ്ക്കുകയാണ്. ആ കോഡിനെ തന്നെ സൈഡ് ആക്കിക്കൊണ്ട് ആ സെഗ്മെന്റിൽ ഞാൻ വേറൊരു ട്രയാംഗിൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ആ കോഡിനെ തന്നെ സെഗ്മെന്റ് ആയിക്കൊണ്ട് ഞാൻ ആ സെഗ്മെന്റിൽ കോഡിനെ തന്നെ ഒരു സൈഡ് ആക്കിക്കൊണ്ട് ആ സെഗ്മെന്റിൽ വീണ്ടും ഒരു ട്രയാംഗിൾ വരികയാണ്. പക്ഷെ ഈ ട്രയാംഗിളിന്റെ ഒക്കെ ആ കോർണർ ആ സർക്കിളിന്റെ സർഫസ് അല്ലെങ്കിൽ ഔട്ടർ ലൈനിൽ ടച്ച് ചെയ്തിരിക്കണം മസ്റ്റായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് ആണ്. ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് ആംഗിൾ എല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിളും ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇത് എയും ഇത് ബിയും ഇത് സിയും ഇത് ഡിയും ആണെങ്കിൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു ഡി ആയിരിക്കും. അതേപോലെ ഈ ചെറിയ സെഗ്മെന്റ് വന്നാലും ഈ ഒരു കോഡിനെ സൈഡ് ആക്കിക്കൊണ്ട് ചെറിയ സെഗ്മെന്റിൽ ഒരു ട്രയാംഗിൾ വരുവാണ്. അതായത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരും. ആ ചെറിയ സെഗ്മെന്റിൽ തന്നെ ആ ചെറിയ കോഡിനെ ഒരു സൈഡ് ആക്കിക്കൊണ്ട് വേറൊരു ട്രയാംഗിൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാലും എന്ത് തന്നെയാണ്? ഇതിപ്പോ എ ബി സി ഡി ഇത് ഇ ആയിട്ട് എടുക്കാം, ഇത് എഫ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെയും എന്താ? ഇ ഈസ് ഈക്വൽ ടു എഫ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അറിയാത്തവർക്ക് ചോദിക്കാം, ഇതെങ്ങനെ അങ്ങനെ വന്നത്? ഇത് തിയറമാണ്, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഡൗട്ട് ഉള്ളവർ മസ്റ്റ് ആയിട്ടും ചോദിക്കാം.
അടുത്ത തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. രണ്ടാമത്തേത് ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ആംഗിൾ ഇൻ സെമി സർക്കിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ? സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ നമ്മളിപ്പോ ഇതുപോലെ ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് പോലെ വരച്ച പോലെ തന്നെ സെമി സർക്കിൾ എന്ന് പറയുന്നത് എന്താ? കൃത്യം നടുക്ക് ഡയമീറ്റർ വെച്ചിട്ട് രണ്ട് ട്രയാങ്കിളിനെ സർക്കിളിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക. ആ ഡയമീറ്ററിനെ ഒരു സൈഡ് ആക്കിക്കൊണ്ട് നിങ്ങൾ ഈ സെമി സർക്കിളിൽ നിങ്ങൾ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറയുന്നത്. ഇത് സെഗ്മെന്റ് അല്ല, ഇതൊരു സെമി സർക്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ സെഗ്മെന്റ് പോലെ തന്നെ വേണേ കൺസിഡർ ചെയ്യാം. പക്ഷെ ഇവിടെ വരുന്ന ആംഗിൾ എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെ നിങ്ങളൊരു ഇത് വരച്ചിരിക്കുക. ഇതൊരു സെയിം സെഗ്മെന്റ് പോലെയാണ്, പക്ഷെ ഇതൊരു സെമി സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആംഗിൾ ഫിക്സ്ഡ് ആണ്, ഇത് 90 ഡിഗ്രി ആണ്. ഇനി ഇങ്ങനെ വരച്ചാലും കണ്ടോ 90 ഡിഗ്രി, താഴെ വരച്ചാലും അതുപോലെ തന്നെ. സെമി സർക്കിളിൽ നിങ്ങൾ ഡയമീറ്ററിനെ ഒരു സൈഡ് ആക്കിക്കൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ എല്ലാം 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യമാണ്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കോളൂ. മൂന്നാമത്തേത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് at the center will be twice the angle subtended by the same arc on any remaining point on the circle. ഒരു ആർക്ക് സെന്റർ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ ആർക്ക് തന്നെ വേറെ ഏത് സർക്കിളിനെ പോയിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിന്റെയും ഇരട്ടി ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതെന്താണെന്ന് അറിയാം. ഇത് കൃത്യമായിട്ട് നോക്കിക്കോണം. നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളിന്റെ ആർക്ക് എങ്ങനെ വരയ്ക്കണം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സർക്കിളിന്റെ ആർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഇത് ഒരു മേജർ ആർക്കായി കണ്ടോ. ഇതിപ്പോ ഒരു ആർക്ക് പോലെയുണ്ട്, ഇതൊരു മേജർ ആർക്ക്. ഇത് ഒരു ചെറിയ ആർക്ക്, മൈനർ ആർക്ക്. ഇതാണ് മേജർ ആർക്ക് മൈനർ ആർക്ക് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ മൈനർ ആർക്കിന്റെ ജസ്റ്റ് ഇവിടെ കണ്ട ഈ 2 പോയിന്റ്, ഇത് സെന്റർ. ഈ മൈനർ ആർക്ക് സെന്റർ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ മൈനർ ആർക്ക് സെന്ററുമായിട്ട് നയിക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആർക്ക് തന്നെ വേറെ എവിടെ സബ്റ്റൻഡ് ചെയ്താലും, വേറെ എവിടെ സബ്റ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആർക്ക് വേറൊരു പോയിന്റ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എക്സാമ്പിൾ തന്നെ ഇതെടുക്കാം അല്ലെ. സർക്കിൾ വേറെ ഏത് പോയിന്റ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതിന്റെ ഇരട്ടി ആയിരിക്കും. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x ആയിരിക്കും. അതായത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദിസ് ആർക്ക് അറ്റ് ദ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് will be twice the angle subtended by the same arc. ഈ ആർക്ക് വേറെ ഏതെങ്കിലും ഒരു പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിന്റെ ഇരട്ടി ആയിരിക്കും അത് സെന്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്നാണ് പറയുന്നത്. ഇത് പല രീതിയിൽ വരാം. ഇങ്ങനെ വേറൊരു രീതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാം. ഇങ്ങനൊരു സർക്കിള് വന്നിട്ട് ഇത് ആർക്കാണ്. ഈ ആർക്ക് സെന്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സെന്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. ഇത് തന്നെ വേറൊരു പോയിന്റ് സബ്റ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ വേണമെങ്കിലും വരാം. കണ്ടോ, ഈ ആർക്ക് തന്നെ വേറൊരു പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ആംഗിൾ ഇതല്ലേ, ശരിയല്ലേ. ഈ ആർക്ക് തന്നെ വേറൊരു പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്.
അത് സെന്റർ സബ്റ്റൻഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാ. അപ്പൊ സെന്റർ സബ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ വേറൊരു പോയിന്റ് സബ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ആംഗിൾ ഇതിപ്പോ എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് 2x ആയിരിക്കും. ഇനി ഇത് വേറൊരു രീതിയിലും കൂടെ വരാം. നോക്കിക്കോ. നമ്മൾ ഇവിടെ ഒരു ആർക്ക് എടുക്കുകയാണ്, ഇവിടെ ഒരു ആർക്ക് എടുക്കുകയാണ്. ഇത് സെന്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ ഇതാണ്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആർക്ക്. ഈ ആർക്ക് സെന്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ്. ഇത് തന്നെ വേറൊരു പോയിന്റ് സബ്റ്റൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ നോക്കി, ഇവിടെ നിന്ന് ഇതിന്റെ മണ്ടയിൽ കൂടെ തന്നെ അടുത്ത ട്രയാംഗിൾ വേണമെങ്കിൽ വരാം. ഇങ്ങനെ വന്നാലും എന്താണ്, ഈ ആർക്ക് സെന്ററെ സബ്റ്റൻഡ് ചെയ്യുന്നത് ഇത്, ഈ ആർക്ക് തന്നെ വേറൊരു പോയിന്റ് സബ്റ്റൻഡ്, ഇതിന്റെ മുകളിൽ കൂടെ പോകുന്നതേ ഉള്ളൂ ആ ട്രയാംഗിളിലെ വരാം. മനസ്സിലായോ? അപ്പോഴും അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് എന്താണ്? ഇത് x ആണെങ്കിൽ ഇത് 2x ആയിരിക്കും. അപ്പോഴുള്ള കേസുകളെല്ലാം നിങ്ങൾ ആലോചിച്ചോണം. ഈ ആർക്ക് തന്നെയാണ് നോക്കിയോ ഇവിടെയും സബ്റ്റൻഡ് ചെയ്യുന്നത്, ഈ ആർക്ക് തന്നെയാണ് ഇവിടെയും സബ്റ്റൻഡ് ചെയ്യുന്നത്, ഈ ആർക്ക് തന്നെയാണ് സെൻട്രലും സബ്റ്റൻഡ് ചെയ്യുന്നത്, ഈ ആർക്ക് തന്നെയാണ് വേറൊരു പോയിന്റിലും സബ്റ്റൻഡ് ചെയ്യുന്നത്, ഈ ആർക്ക് തന്നെയാണ് സെൻട്രലും സബ്റ്റൻഡ് ചെയ്യുന്നത്, ഈ ആർക്ക് തന്നെയാണ് വേറൊരു പോയിന്റിലും സബ്റ്റൻഡ് ചെയ്യുന്നത്. ഒരു രീതി കൊണ്ടുണ്ട് ഇവിടെ. നമ്മളിപ്പോ മൈനർ ആർക്ക് എടുത്തിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്. മേജർ ആർക്ക് എടുത്താലോ? ഇപ്പൊ മേജർ ആർക്ക് സെന്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടെ ഞാൻ ഇത് വെച്ച് കട്ട് ചെയ്യാം. ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതെന്തായിരുന്നു? ഇത് മൈനർ ആർക്കായിരുന്നു. ഇതെന്തായിരുന്നു? ഇത് മേജർ ആർക്കാണ്. അല്ലെ? ഈ മേജർ ആർക്ക് സെന്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ട് ആ ആംഗിൾ ഇതായിരിക്കും. ശരിയല്ലേ? ഈ മേജർ ആർക്ക് സെന്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഇതായിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ആർക്ക് തന്നെ വേറൊരു പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ വരയ്ക്കാം? ഇങ്ങനെ വേണേൽ വരയ്ക്കാം. നോക്കിയോ, ഈ ആർക്ക് തന്നെ, ഈ ആർക്ക് ഇങ്ങോട്ട് എടുത്താൽ പോരെ, ഈ ആർക്ക് ഇങ്ങോട്ട് എടുക്കുന്നു, ഈ ആർക്ക് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. കണ്ടോ? ഈ ആർക്ക് സെന്റർ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഇത്, ഈ ആർക്ക് തന്നെ വേറൊരു പോയിന്റ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഇത്. അപ്പൊ ഇത് നിങ്ങൾ 2x ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് x ആയിരിക്കും. ഇത് x ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് 2x ആയിരിക്കും. ഇങ്ങനെയും ഓപ്ഷൻ. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനകത്ത് അടുത്തൊരു തിയറം, ഇതിനകത്ത് ഒരു തിയറം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മളിപ്പം എത്രയായിരുന്നു? നമ്മള് മൂന്നാമത്തെ. നാലാമത്തെ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ്, അല്ലെങ്കിൽ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ എന്താണെന്നറിയോ? സപ്ലിമെന്ററി, അല്ലെങ്കിൽ R180 എന്ന് എഴുതിയാൽ R180. അതിനർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നോക്കാൻ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഒരു സർക്കിളിനകത്ത് ആ സർക്കിളിന്റെ ആ സർഫസിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾ 4 സൈഡുള്ള ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ അത് സ്ക്വയറോ റെക്ടാംഗിളോ റോംബസോ ട്രപ്പീസിയമോ എന്ത് വേണേ, അതിന് ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു 4 സൈഡുള്ള ഫിഗർ ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോൾ 180. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ a പ്ലസ് ബി ചെയ്താൽ 180. ഇത് സിയും ഇത് ഡിയും ആണെങ്കിൽ അത് സി പ്ലസ് ഡി ചെയ്താൽ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ, ഒരു എക്സ്ട്രാ കാര്യം കൂടെ നിങ്ങൾ വരച്ചാൽ മാത്രം മതി. ഇങ്ങനൊരു എന്താണ്, അല്ലെങ്കിൽ അത് എഴുതിക്കും, അതും കൂടെ അങ്ങ് എഴുതിക്കും. 5 എഴുതിയിട്ട് ഇൻ കേസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ
ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചതിന്റെ ബ്രഷപ്പ് മാത്രമാണ് കേട്ടോ. നമ്മുടെ ടോപ്പിക് അവിടെ കൊണ്ട് തീർന്നായിരുന്നു. ഇൻ കേസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ exterior angle equal to interior opposite angle. Interior opposite angle എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നേരത്തെ വരച്ച പോലെ വരയ്ക്കുക. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് വിചാരിക്കുക. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ എങ്ങോട്ടേലും ഏതെങ്കിലും ഒരു സൈഡ് നീട്ടി വരയ്ക്കാം. ഇതിപ്പോ എക്സ്റ്റീരിയർ ആംഗിളാണ്. ഇത് എക്സ്റ്റീരിയർ ആംഗിളാണ്. ഇത് എക്സ് ആണെന്ന് വിചാരിച്ചു. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇതിന്റെ ഇന്റീരിയർ ആംഗിൾ വേണ്ടിയതാണ്. ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് വേണ്ടിയതാണ്. അതായത് ഈ എക്സ് എന്താ ഈ ആംഗിൾ ഈക്വൽ ഇത് എക്സ് ഇത് എക്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ട്രയാങ്കിളിന്റെ കേസിൽ ഇങ്ങനെയല്ല. ക്വാഡ്രിലാറ്റർ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ കേസിലാണ് ഇത്. ട്രയാങ്കിളിന്റെ കേസിൽ സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കും. അതും പഠിക്കുക. അതും നമുക്കൊന്ന് എഴുതാം. ഇനി ഒരു കാര്യം കൂടെ എഴുതിക്കോളൂ. ആറാമത്തേത് ഇൻ ട്രയാങ്കിൾ exterior angle equal to sum of interior opposite angle. Interior opposite angle. അപ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. അതായത് നിങ്ങളൊരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡ് ഇങ്ങോട്ടേക്ക് വലിക്കുക. ഇതാണ് ഇത് എക്സ്റ്റീരിയർ ആംഗിൾ. ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. ഇതിന്റെ ഇന്റീരിയർ ആംഗിൾ ഇതാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇത് രണ്ടെണ്ണമാണ്. ഓക്കെ ആണല്ലോ. മറ്റേ സൈക്ലിക് ക്വാഡ്രിലാറ്ററിലാകുമ്പോൾ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ഒന്നേ ഉള്ളായിരുന്നു. ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് രണ്ടും ഓപ്പോസിറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഫിഗർ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ നിങ്ങൾ സി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് എയും ഇത് ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ പ്ലസ് ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റീരിയർ ആംഗിൾ ഇതാണ്. ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് നിങ്ങൾ പാരലൽ ലൈൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ 9ാം ക്ലാസ്സിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ പാരലൽ ലൈൻസിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. രണ്ട് ലൈൻ പാരലൽ ആകണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കുറച്ച് ആംഗിൾസ് ഈക്വൽ ആയാൽ മാത്രം രണ്ട് ലൈൻ പാരലൽ ആകാം. അല്ലെങ്കിൽ രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ അതിന്റെ കുറച്ച് ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. രണ്ട് രീതിയിലും പറയാം. രണ്ട് ലൈൻ പാരലൽ ആവണമെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. ഈ ട്രാൻസ്വേഴ്സലിനെ ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണേലും വരയ്ക്കാം. ഞാൻ തൽക്കാലം തന്നെ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ചരിച്ചു വരയ്ക്കാം. അതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വേണേലും വരയ്ക്കാം. അത് ട്രാൻസ്വേഴ്സലാണ്. രണ്ട് പാരലൽ ലൈനെ കട്ട് ചെയ്യുന്ന ഈ ലൈനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ഇത് ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. ഈ ട്രാൻസ്വേഴ്സലിലെ ചില ആംഗിളിനെ ഞാൻ മാർക്ക് ചെയ്യാണ്. ഈ ആംഗിളിനെ ഞാൻ എന്താ എ എന്ന് കൊടുക്കുന്നു. ഈ ആംഗിളിനെ ഞാൻ ബി എന്ന് കൊടുക്കുന്നു. ഈ ആംഗിളിനെ ഞാൻ സി എന്ന് കൊടുക്കുന്നു. ഈ ആംഗിളിനെ ഞാൻ ഡി എന്ന് കൊടുക്കുന്നു. ഈ ആംഗിളിനെ ഞാൻ എ ബി സി ഡി. ഈ ആംഗിളിനെ ഞാൻ ഇ എന്ന് കൊടുക്കുന്നു. ഈ ആംഗിളിനെ ഞാൻ എഫ് എന്ന് കൊടുക്കുന്നു. ഈ ആംഗിളിനെ ഞാൻ ജി എന്ന് കൊടുക്കുന്നു. ജി കാണത്തില്ലല്ലോ. ഓക്കെ. ഈ ആംഗിളിനെ ഞാൻ ജി എന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഈ ആംഗിളിനെ ഞാൻ ജി എച്ച് എന്ന് കൊടുക്കുന്നു. ഇതിനകത്ത് രണ്ട് ലൈൻ പാരലൽ ആവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈക്വൽ ആയിരിക്കണം. അതായത് ഇവിടെ ആംഗിൾ എയും ആംഗിൾ ഇയും ഈക്വൽ ആയിരിക്കണം. അവരെ രണ്ടുപേരെയും കറസ്പോണ്ടിങ് ആംഗിൾ ആവുന്നത്. ആംഗിൾ എ ഈസ് ഈക്വൽ എന്തായിരിക്കണം? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ ആയിരിക്കണം. അതേപോലെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ആംഗിൾ എഫ് ആയിരിക്കണം. ഇത് രണ്ടത്തെല്ലാം കറസ്പോണ്ടിങ് ആംഗിൾ എന്നാണ് പറയുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾ. അതായത് ഒരു ആംഗിൾ വേണ്ടിയതും ഒരു ആംഗിൾ വേണ്ടിയതും ഇത് കറസ്പോണ്ടിങ് ആംഗിൾ.
അതേപോലെ തന്നെ ഒരാംഗിള് ഇതും ഒരാംഗിൾ തന്നെ ഇതും കറസ്പോണ്ടിങ് ആണ്. താഴെ വന്നാലും ഇത് തന്നെ ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതേപോലെ തന്നെ ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. ഇനി ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഈക്വൽ. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇങ്ങനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഇസഡ് ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെങ്കിൽ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ഇസഡ് ഫോം ചെയ്യുന്നത്, തിരിച്ചു നോക്കുവാണെങ്കിൽ ഇങ്ങനെയും ഒരു ഇസഡ് ഫോം ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇസഡ് തിരിച്ചിട്ട് അല്ലേ, ആ ഇസഡിന് ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആംഗിൾ വന്നു കണ്ടോ, ഈ ആംഗിളും അതേപോലെ ഈ ആംഗിൾ. ഇവിടെ പറയുകയാണെങ്കിൽ ഡിയും എഫും അതേപോലെ സിയും ഡിയും എഫും സിയും ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എഫ് ആയിരിക്കും. അതേപോലെ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ഇ ആയിരിക്കും. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ള ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. അതായത് ഈ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതും കൂട്ടിയാൽ ഡി പ്ലസ് ഇ ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. അതേപോലെ സി പ്ലസ് എഫ് ചെയ്താലും എന്ത് കിട്ടും? 180 കിട്ടും. ഓക്കെ ആണല്ലോ? അതും കൂടെ വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ടേക്കണം. കാരണം പ്രോപ്പർട്ടി പറയുമ്പോൾ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഇ എന്ന് പറയുന്നത് 180 ആണ്. അതേപോലെ ആംഗിൾ സി പ്ലസ് ആംഗിൾ എഫ് ചെയ്യുമ്പോഴും 180 ആണ്. അതിന്റെ റീസൺ എന്താ? angle on the same side of transversal r എന്താണ്? r 180. sum of angles on same side എന്ന് പറഞ്ഞാൽ sum of angles on same side. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതോടെ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ കണ്ടന്റ്സ് എല്ലാം തീർന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ്